ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർഷിക എൻസിസി പിഎം റാലിയെ ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കേരളത്തെ അഴിമതിമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ സർക്കാർ ജീവനക്കാരും ജനങ്ങളും ഒരുപോലെ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്ത് ഗവർണർക്കെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിൽ പോലീസ് അനാസ്ഥ ആരോപിച്ച് റോഡരികിൽ പ്രതിഷേധം തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി വ്യവസായ വാണിജ്യ വകുപ്പ്. കേരളത്തിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫേ എറണാകുളത്ത് സജ്ജമായി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം ഇറ്റലിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം ഡൽഹി കരിയപ്പ പരേഡ് മൈതാനത്ത് നടക്കുന്ന വാർഷിക എൻസിസി പിഎം റാലിയെ അഭിസംബോധന ചെയ്യും. ഊർജ്ജസ്വല ഗ്രാമങ്ങളിലെ 400-ലധികം സർപഞ്ചുമാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ സംഘങ്ങളിലെ 100-ലധികം സ്ത്രീകളും എൻസിസി പിഎം റാലിയിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. അമൃതകാലത്തിന്റെ എൻസിസി എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള സാംസ്കാരിക പരിപാടിയും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് തിങ്കളാഴ്ച നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കേരളത്തിലെ പരീക്ഷാ രീതിയെക്കുറിച്ചും പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും 2019ലെ ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ കാസർഗോഡ് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിലെ അധ്യാപകൻ മഹേഷ് കുമാർ എം ആകാശവാണി വാർത്തകളോട്. നമ്മൾ നടത്തുന്ന പരീക്ഷകൾ എത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. കുഞ്ഞുങ്ങളുടെ എല്ലാ കഴിവുകളെയും പരിഗണിച്ച് പരീക്ഷ നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എഴുത്തിലും വായനയിലും ആ പരീക്ഷ ഫോക്കസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന മറ്റു കഴിവുകൾ അളക്കപ്പെടാതെ പോവുകയാണ്. അതുകൊണ്ട് പരീക്ഷകൾ കുറച്ചുകൂടെ സമഗ്രമായി ശിശുപക്ഷത്ത് നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എല്ലാ കഴിവുകളും അളക്കാനും അവരെ മുന്നോട്ട് നടത്താനും സാധ്യമാകുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ പരീക്ഷാ പേ ചർച്ച വളരെ പ്രസക്തമാണ്. കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ ശേഖരിക്കുകയും ഈ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കും. പ്രതിമാസ റേഡിയോ പരിപാടിയുടെ 109ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. കേരളം അഴിമതി മുക്തമായ സംസ്ഥാനമായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഏകദിന ആർടിഐ സെമിനാർ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തെ അഴിമതി മുക്തമാക്കുന്നതിൽ സർക്കാർ ജീവനക്കാരും പൊതുജനങ്ങളും ഒരുപോലെ സഹകരിക്കണം. വിവരാവകാശ രേഖകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ മാതൃകാപരമായ രീതിയിൽ ഉയർന്നുവരാൻ കേരളത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെമിനാറിന്റെ സമാപനം വൈകിട്ട് 3-ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെയുണ്ടായ എസ്എഫ്ഐ പ്രതിഷേധത്തിൽ പോലീസിന്റെ അനാസ്ഥ ആരോപിച്ച് റോഡരികിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിക്കുന്നു. തനിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ പോലീസ് ഉദാസീനത കാണിക്കുന്നതായി ഗവർണർ ആരോപിച്ചു. സദാനന്ദയുടെ സമാധി ശതാബ്ദി ആഘോഷ ഉദ്ഘാടനത്തിന് കൊട്ടാരക്കര സദാനന്ദപുരത്തേക്ക് വരികയായിരുന്നു ഗവർണർ. എംസി റോഡിൽ നിലമേലിൽ 50ഓളം വരുന്ന എസ്എഫ്ഐ പ്രവർത്തകർ കറുത്ത ബാനർ ഉയർത്തി ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. സംഭവത്തിൽ 17 എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. എഫ്ഐആറിന്റെ പകർപ്പ് ഗവർണർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ അപ്രതീക്ഷിത അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും നഷ്ടങ്ങളിൽ നിന്ന് കരകയറ്റാനും ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കി വ്യവസായ വാണിജ്യ വകുപ്പ്. എംഎസ്എംഇകൾക്ക് അപകട സാധ്യതകളിൽ നിന്ന് സാമ്പത്തിക പരിരക്ഷ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പ്രകൃതി ദുരന്തങ്ങൾ, തീപിടുത്തം, മോഷണം, അപകടങ്ങൾ, വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങിയവ മൂലം സംരംഭങ്ങൾക്കുണ്ടാകുന്ന ദീർഘകാല നഷ്ടങ്ങൾക്ക് പരിഹാരമാണ് വ്യവസായ വാണിജ്യ വകുപ്പ് ആവിഷ്കരിച്ച ഇൻഷുറൻസ് പരിരക്ഷ. ഇടുക്കി, വയനാട് പോലെ മലയോര ജില്ലകളിൽ തുടർക്കഥയായ പ്രകൃതി ദുരന്തം മൂലം തകർച്ച നേരിടുന്ന സംരംഭങ്ങൾക്ക് പദ്ധതി ഏറെ സഹായകരമാകും. സംരംഭകർക്ക് സാമ്പത്തികമായി പരിരക്ഷ നൽകി ആത്മവിശ്വാസം വളർത്താനും ബിസിനസ് വിപുലീകരിക്കാനും ഇൻഷുറൻസ് കവറേജ് ഉപകരിക്കും. നാഷണൽ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്നീ 4 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. കേരളത്തിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം ബ്രാൻഡ് കഫേ സജ്ജമായി. എറണാകുളം അങ്കമാലിയിലാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ആദ്യ കഫേ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ. പ്രീമിയം ബ്രാൻഡ് ശൃംഖലയായ കഫേ കുടുംബശ്രീയുടെ ആദ്യ റെസ്റ്റോറന്റിനാണ് അങ്കമാലിയിൽ തുടക്കമായത്. ദേശീയ സംസ്ഥാന പാതയോരങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രമുഖ നഗരങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാൻഡഡ് കഫേകൾ വ്യാപകമാക്കുകയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ഗുരുവായൂർ, കണ്ണമ്പ്ര, മേപ്പാടി എന്നിവിടങ്ങളിൽ കഫേ പ്രീമിയം പ്രവർത്തനം ആരംഭിക്കും. ശുചിത്വം, മാലിന്യ സംസ്കരണം, അംഗപരിമിതർക്കുള്ള സൗകര്യങ്ങൾ, ശൌചാലയങ്ങൾ, പാർക്കിംഗ് തുടങ്ങിയവയ്ക്ക് ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാറ്ററിംഗ് രംഗത്ത് കൂടുതൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീയുടെ പുതിയ കാൽവെപ്പ് സഹായകമാകും. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ദേശീയ എക്സലൻസ് അവാർഡ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു. നാഗ്പൂരിൽ കേന്ദ്ര റോഡ്സ് ആന്റ് ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിലാണ് അവാർഡ് ദാന ചടങ്ങ് നടന്നത്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി എൻഡിഎ സംസ്ഥാന ചെയർമാനും ബിജെപി സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്ത് നടക്കും. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 12 കിലോമീറ്ററാണ് പദയാത്ര സഞ്ചരിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്ന് ബിജെപിയിൽ ചേരുന്നവർക്ക് വേദിയിൽ സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. കെപിസിസി അംഗവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ നീലേശ്വരത്തെ കെ നാരായണന് ഇന്ന് ബിജെപി അംഗത്വം നൽകും. ബിജെപി ദേശീയ തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് ബിജെപിയിൽ ചേരുന്നതെന്ന് കെ നാരായണൻ പറഞ്ഞു. ഇന്നത്തെ പദയാത്ര കാസർഗോഡ് മേൽപ്പറമ്പിൽ സമാപിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 46,160 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,770 രൂപയുമാണ് ഇന്നത്തെ വില. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്സൺ സഖ്യം ഇറ്റലിക്കാരായ സിമോണി ബോലെല്ലി, ആന്ദ്രേ വാവസോറി കൂട്ടുകെട്ടിനെ നേരിടും. വനിതാ സിംഗിൾസ് ഫൈനൽ മത്സരവും ഇന്ന് നടക്കും. ചൈനീസ് താരം ചിൻവെൻ ചാങ്ങും ബെലറൂസി താരം അറീന സബലങ്കയുമാണ് മത്സരിക്കുന്നത്. ഹൈദരാബാദിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 190 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. രണ്ടാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 436 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ സൂപ്പർ 6 മത്സരങ്ങൾ ഇന്ന് വൈകുന്നേരം ആരംഭിക്കും. വയനാട് യുണൈറ്റഡ് FC മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയെയും സാറ്റ് തിരൂർ കേരള പോലീസിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള യുണൈറ്റഡ് FC ലൂക്ക സോക്കർ ക്ലബിനെ ഏകപക്ഷീയമായ 2 ഗോളിന് പരാജയപ്പെടുത്തി. പൈതൃക നഗരിയായ തലശ്ശേരിയിൽ ടൂറിസത്തിന് അനന്ത സാധ്യതകളുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തലശ്ശേരി കോടതി മുതൽ സീ വ്യൂ പാർക്ക് വരെ ക്ലിഫ് വാക്ക് നിർമ്മാണത്തിനും ജവഹർ ഘട്ട് നിർമ്മാണത്തിനും 1 കോടി രൂപ അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. DTPC എരഞ്ഞോളി പഞ്ചായത്തിൽ പൂർത്തിയാക്കിയ പുഴയോര സൌന്ദര്യവൽക്കരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ കൊളകപ്പാറ ചൂരിമലയിലും സമീപങ്ങളിലും ആഴ്ചകളായി ഭീതി പരത്തിയ കടുവ കൂട്ടിലായി. വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് ആവർത്തിച്ചതിനെ തുടർന്ന് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ചൂരിമല താണാട്ടുകുടിയിൽ രാജന്റെ പശുക്കിടാവിനെ കടുവ ഇന്നലെ പുലർച്ചെ കൊന്നു തിന്നിരുന്നു. ഇതിനു പിന്നാലെ മറ്റൊരു കൂടും പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നു. ആദ്യം വച്ച കൂട്ടിലാണ് കടുവ പെട്ടത്. ബത്തേരി കുപ്പാടി വന്യമൃഗ അഭയകേന്ദ്രം വളപ്പിലേക്ക് മാറ്റിയ കടുവ നിരീക്ഷണത്തിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർഷിക NCC PM റാലിയെ ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കേരളത്തെ അഴിമതിമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ സർക്കാർ ജീവനക്കാരും ജനങ്ങളും ഒരുപോലെ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്ത് ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിൽ പോലീസ് അനാസ്ഥയാരോപിച്ച് റോഡരികിൽ പ്രതിഷേധം തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി വ്യവസായ വാണിജ്യ വകുപ്പ്. കേരളത്തിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫേ എറണാകുളത്ത് സജ്ജമായി.
ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം ഇറ്റലിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.